എന്തൊക്കെയുണ്ട്? സുഖമാണ്. കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നമുക്കിന്നൊരു മധുരത്തോട് തുടങ്ങാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവ. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ പെട്ടെന്ന് വന്നു ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. നന്നായി, ഹോക്കിൻസ് കൊണ്ടിയോറ ഉണ്ടല്ലോ എന്നല്ലേ ഉദ്ദേശിച്ച്. അതല്ല, എൻ്റെ ഹോക്കിൻസ് കൊണ്ടിയോറ ഒന്നുമില്ല. നമുക്ക് ഉള്ള നമ്മുടെ പാത്രം വെച്ച് ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം ഗൈസ്. കമോൺ എവരിബഡി. ഒന്നുമില്ല, ഇറ്റ്സ് സോ സിമ്പിൾ. ഓക്കെ, നമ്മൾ കുറച്ച് എണ്ണ എടുക്കുക, ചൂടായ പാത്രത്തിലോട്ട് ഒഴിക്കുക. ഈ എണ്ണ ഒഴിച്ച് എന്തിനാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ നെയ്യിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബട്ടർ ഇട്ട് ഉണ്ടാക്കാം. ഓക്കെ, സോ ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ബട്ടർ അതിൻ്റെ പണിക്ക് പോകും. എനിക്ക് ടേബിൾ സ്പൂൺ കണക്കറിയില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ ആൻസെസ്റ്റേഴ്സ് പറയുമ്പോൾ നിർത്തുക. കുറച്ച് ബട്ടർ, നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് ഇത് ഞുറുക്കി ഇടണമെന്നാണ് നിയമം. കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നു. സോ ഇറ്റ്സ് ഫൈൻ. നമുക്ക് കുറച്ചിങ്ങനെ പൊട്ടിച്ച് കൊടുക്കാം. നിങ്ങളെന്ന് വിചാരിക്കും ഞാനെന്താണ് ഈ കത്തി വേഷത്തിലെന്ന്. ഞാൻ പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ക്യാരറ്റ് ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം, വഴറ്റിയെടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പാലൊഴിച്ച് കൊടുക്കാം. പാല് പിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. പിരിഞ്ഞു പോയതാണോ? പിരിഞ്ഞുപോയ പാല് ഒഴിച്ച് ചത്തു പോകുമോ? ഇതെന്താ ഇങ്ങനെ? ഗൈസ്, അപ്പോൾ ഇത് അട്ടർ ഫ്ലോപ്പാണ്. നമുക്കത് കളയാം. ഇത് സ്റ്റെപ്സ് ഒക്കെ കറക്റ്റാ. പാല് പിരിയാണ്ടിരുന്നാൽ മതി. എനിക്ക് വിഷമം വരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. തട്ടിപ്പോയില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാം. മണമുണ്ട്. നല്ല അട്ടർ ഫ്ലോപ്പാണ്. ബൈ, ടാറ്റ.